ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പൊ നമുക്കറിയാം നമ്മളെ CSEB എക്സാം അല്ലെ സാറേ, ഇനി നമുക്ക് കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ള എക്സാം. അപ്പൊ പലരും എന്ത് ചെയ്യുന്നുണ്ടാവും, അവസാന ഘട്ടത്തിലെ പഠിപ്പിൽ അല്ലെ, അവസാന റിവിഷൻ എന്ന രീതിയിലായിരിക്കും പലരും ഉണ്ടാവാം. നമുക്ക് കഴിഞ്ഞ ഒരു CSEB എക്സാമിനെ അപേക്ഷിച്ച് ഈ ഒരു എക്സാമിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞാണ് അല്ലെ. നമ്മളിപ്പോ എക്സാമിന്റെ ടോപ്പിക്കിലെ മാറ്റങ്ങൾ, അതുപോലെ 160 ചോദ്യങ്ങളിൽ നിന്ന് 100 ചോദ്യങ്ങളിലോട്ട് മാറുന്നു. 1000 മാർക്കിൽ നിന്ന് 1 മാർക്കിലേക്കുള്ള മാറ്റം. ഇതൊക്കെ വലിയൊരു മാറ്റങ്ങൾ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെ. അപ്പൊ കഴിഞ്ഞൊരു എക്സാം വരെ, അതായത് ഈ എക്സാം എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയ്ക്ക് കഴിഞ്ഞൊരു എക്സാം വരെ അവർക്ക് ഒരു പ്രൊഡിക്ഷൻ ഉണ്ട്. അതായത് ഒരു 60ന്റെ മുകളിൽ വന്നാല് അവര് സേഫ് ആണെന്നുള്ളൊരു പ്രൊഡിക്ഷൻ അവർക്ക് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു പ്രൊഡിക്ഷനെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ ഒരു പുതിയ മാറ്റം. അങ്ങനെയാണ് സാറിന്റെ ഒരു പ്രൊഡിക്ഷൻ അനുസരിച്ച് ഈ വരുന്ന പുതിയ എക്സാമിൽ എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഈ പ്രൊഡിക്ഷൻ, അതായത് എത്ര മാർക്ക് വേണ്ടി വരും, എങ്ങനെയാണ് അതിന് വേണ്ടി പഠിക്കേണ്ടത്, ഇതൊക്കെ സാറിന്റെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും? ഇതോ നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, സാറെ കട്ട് ഓഫ് എത്രയായിരിക്കുമെന്ന്. അപ്പൊ കട്ട് ഓഫ് നമുക്ക് പ്രിഡിക്ട് ചെയ്യാനായിട്ട് അതിന് കുറച്ചധികം ഫാക്ടേഴ്സ് ഉണ്ട്, അറിയാലോ. ഒന്ന്, എക്സാമിന്റെ ഡിഫിക്കൽട്ടി, എത്ര പാടുള്ള എക്സാം ആണ്, അതുപോലെ ടോപ്പ് ഇടുന്ന ആളുടെ മാർക്കുകൾ, അതൊക്കെയാണ് പ്രധാനമായിട്ടും എത്ര ആൾക്കാർ എഴുതി, ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായും കട്ട് ഓഫിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഒരു ബാങ്കിലേക്ക് എത്ര പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, അവരിൽ എത്ര പേർക്ക് ഹയസ്റ്റ് മാർക്ക് ഉണ്ട്, ആ ആദ്യത്തെ ഒരു 13 പേര് ആ റേഞ്ചിലാണ് ഒരു വേക്കൻസി വരുന്ന ബാങ്കിലോട്ട് ഇത് എടുക്കാറ്. അപ്പൊ അതൊക്കെയാണ് കട്ട് ഓഫിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. എന്നാലും ഞാനിപ്പോ പറയാൻ പോകുന്നത്, നമ്മുടെ ഈ കഴിഞ്ഞ ഒരു സെക്രട്ടറി എക്സാം കഴിഞ്ഞല്ലോ, ആ ഒരു എക്സാമിന്റെ നിലവാരത്തിലാണ് നമ്മുടെ ക്ലർക്കിന്റെ എക്സാം വരുന്നതെങ്കിൽ കട്ട് ഓഫ് എത്ര വരും. അപ്പോഴും പറയുന്നു, ആ ഒരു നിലവാരത്തിലാണെങ്കിൽ എന്ന കാര്യം ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് പറയുകയാണ്. എക്സാം കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിലും ഇതിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് വരുവാനായിട്ട്, ചെറിയ വ്യത്യാസമല്ല, ഡിഫിക്കൽട്ടി അനുസരിച്ച് നമ്മുടെ ഈ ഒരു ഇതിൽ വ്യത്യാസം വരാനുള്ള സാധ്യത. നമുക്ക് GKയിൽ നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ആണല്ലോ അല്ലേ സാറേ? 10 ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ് ആണെങ്കിൽ അതോ തന്നെ 10 തന്നെ, മാക്സും 10 തന്നെ. ടോപ്പിക് എന്ന രീതിയിൽ വേണേൽ പറയുകയും ചെയ്യാം അല്ലേ. ഇത് ഒരു 30 മാർക്ക്, നമ്മൾ എപ്പോഴും ആളുകളുടെ റാങ്ക് നിശ്ചയിക്കുന്ന ഒരു 30 മാർക്ക് ഇതാണ്. കാരണം സബ്ജക്ട് എല്ലാവർക്കും ഓക്കെയാണ്. അപ്പൊ ഈ ഒരു 30 മാർക്കാണ് എല്ലാവരുടെയും റാങ്കിനെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകം. അപ്പൊ ഇതിൻ്റെ അകത്ത് എല്ലാവരെയും കുഴപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു മജോറിറ്റി ഓഫ് സ്റ്റുഡൻസിനെ കുഴപ്പിക്കുന്ന ഭാഗം GK ആണ്. എന്നാലും ഒരു മിനിമം ഒരു ആവറേജ് സ്റ്റുഡന്റിന് 10ൽ 5 മാർക്ക് വരെയും കിട്ടാറുണ്ട്, നോർമലി കിട്ടാറുണ്ട്. പക്ഷേ ഇപ്പൊ നമുക്ക് സിലബസ് വന്നിട്ടുണ്ട്, എല്ലാവരും ആ ഒരു സിലബസ് വെച്ച് പഠിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു GK ഭാഗത്തുനിന്നും കുറഞ്ഞത് ഒരു 7 മാർക്ക്, 10ൽ 7 മാർക്ക് ഉണ്ട് മേടിക്കേണ്ടതുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് നമുക്ക് പൊതുവെ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാൾക്കും 8 to 9 മാർക്ക്, 8 to 10 മാർക്ക് തന്നെ മേടിക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഒരു ആവറേജ് കണക്ക് പറയുന്നുണ്ട്, അവിടെ നമുക്കൊരു 8 മാർക്ക്. അതുപോലെ മാത്സ് സിമ്പിൾ ആണ്, നമുക്ക് മെന്റൽ എബിലിറ്റി അത് നമ്മൾ പ്രീവിയസ് ഒരുപാട് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും 10 മാർക്ക്. കഴിഞ്ഞ എക്സാമുകൾക്കൊക്കെ നമ്മുടെ പഴയ പാറ്റേൺ എക്സാം എല്ലാവർക്കും തന്നെ ഒരു 9-9.5 റേഞ്ചിൽ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഇതിൽ ഞാൻ അത്രയും കൂടി കണക്കാക്കുന്നില്ല, പകരം ഞാൻ 8 തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പം എത്ര, 23 മാർക്ക്, 30ൽ 23 മാർക്ക് GK ഇംഗ്ലീഷ് മാത്സിൽ നിന്ന് വാങ്ങേണ്ടതാണ്. അപ്പൊ ബാക്കി ഇപ്പൊ എത്രയാണ് ഇനി നമ്മളിപ്പം പറയാനുള്ളത്? 30 മാർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് വരാനുള്ളത് ഏതാണ്? സബ്ജക്റ്റിന്റെ 70 മാർക്ക് ഉണ്ട്. അവിടെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഏതാണ്? അക്കൗണ്ടൻസി. അക്കൗണ്ടൻസിക്ക് നമുക്ക് 20 മാർക്ക്, ബാങ്കിങ് 20 മാർക്ക്, ബാക്കിയുള്ള 15 വീതം, ലോയും കോർപ്പറേഷനും. അക്കൗണ്ടൻസി നമുക്കറിയാം കുറച്ച് നമ്മുടെ അഡ്വാൻസ് ലെവൽ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും ഉള്ള ടോപ്പിക്കുകൾ ഉണ്ടെങ്കിലും അവിടെ നിന്ന് റാങ്ക് മേക്കിംഗ് ആയിട്ട് മാക്സിമം വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ 5 ചോദ്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ സാറേ? അക്കൗണ്ടൻസിയിൽ സാറിന്റെ ഒരു പ്രിഡിക്ഷൻ വെച്ച് അക്കൗണ്ടൻസിയിൽ എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരാൻ? അക്കൗണ്ടൻസി എനിക്ക് തോന്നുന്നു പുതിയൊരു പാറ്റേൺ പ്രകാരമാണെങ്കിൽ നമ്മളെ കോസ്റ്റ് അക്കൗണ്ടിങ് ആയിക്കോട്ടെ, അതേപോലെ നമുക്കൊരു PG ലെവൽ ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു എന്താ വെച്ചാൽ നമ്മുടെ ആർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവും, എന്നാൽ കൂടി കുറച്ച് ഡിഫിക്കൽട്ട്, അതായത് നമ്മൾ കട്ട് ഓഫിന് വളരെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്തായാലും ആ ഒരു ഭാഗത്ത് ഉണ്ടാവും. നമ്മുടെ EOQ അങ്ങനെയുള്ള എത്ര ചോദ്യങ്ങൾ സാർ എക്സ്പെക്ട് ചെയ്യുന്നത്? ഈ ഒരു അതായത് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എത്ര സാർ എക്സ്പെക്ട് ചെയ്യുന്നത്? നമുക്ക് അഡ്വാൻസ് ലെവൽ എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു 5 to 7 ക്വസ്റ്റ്യൻ വരെ മാക്സിമം നമുക്ക് പറയാൻ പറ്റും. 5 to 7, അതിലും 5 to 7 റാങ്ക് മേക്കിംഗ് വന്നാൽ പോലും അതിന്റെ അകത്തൊരു 3 ക്വസ്റ്റ്യൻസ് എങ്കിലും ആവറേജ് സ്റ്റുഡന്റ് ചെയ്യാൻ പറ്റും. അതായത് ബേസ് ലെവൽ കോസ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ പോലും പ്രോബ്ലംസ് നമുക്കൊരു മാക്സിമം 2 പ്രോബ്ലംസ് വരും. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന
പ്രോബ്ലംസ് ആണ്. നമുക്കറിയാം, ഒന്ന് റേഷ്യോയിൽ നിന്ന്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ, ട്രേഡിംഗ് അക്കൗണ്ട്, ഈ ഒരു 3 ഭാഗത്തു നിന്നാണ് നമുക്ക് പ്രോബ്ലം വരുവാൻ ചാൻസ് ഉള്ളത്. അതൊക്കെ എങ്ങനെ കൂട്ടിയാലും നമുക്ക് ഒരു കുറഞ്ഞ ഒരു വിദ്യാർത്ഥി, ഒരു ആവറേജ് സ്റ്റുഡന്റിനെ സംബന്ധിച്ച് 16 മാർക്ക് മേടിക്കാൻ പറ്റും. അതെ, 16-17 മാർക്ക് സുഖമായിട്ട് മേടിക്കാൻ പറ്റും. കാരണം അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന കുറച്ച് റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളെ നമുക്ക് ഒഴിവാക്കിയിട്ട് അതിൽ തന്നെ ഒഴിവാക്കിയാൽ നമുക്കൊരു 17 മാർക്ക് അക്കൗണ്ടൻസിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം ഒരു ആവറേജ് സ്റ്റുഡന്റിനെ സംബന്ധിച്ച്. ഇനി ബാങ്കിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ബാങ്കിങ്ങിലാണ് കുറച്ച് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുവാനായിട്ട് ചാൻസ് ഉള്ളത്. കാരണം ഡേ ടു ഡേ ലൈഫ് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നു, അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു ഭാഗത്തെ കാര്യം പറയുമ്പോൾ എങ്ങനെയായിരിക്കും സാറിന്റെ ഒരു ഒപ്പീനിയൻ എങ്ങനെയായിരിക്കും? ഈ ഒരു ബാങ്ക് ഞാൻ പറയുന്ന സമയത്ത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും, അപ്ഡേഷൻസ് ഒരുപാട് വന്നതാണ്. അതായത് കഴിഞ്ഞ സിലബസിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അപ്ഡേഷൻ ഒരുപാട് വരുന്ന ഒരു ഏരിയയാണ് ഈ ബാങ്കിങ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നടക്കുന്ന ഇപ്പൊ ജിപേ ആയിക്കോട്ടെ, പേടിഎം ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതുപോലെ RBI ഗൈഡ്ലൈൻസ്, ആന്റി മണി ലോൺ, അതെ, അതേപോലെ തന്നെ നമുക്ക് എന്താ പറയാ, നമ്മുടെ ഈ ചെക്കുകളുടെ കാര്യം, എൻഡോഴ്സ്മെന്റ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യം, നമുക്ക് കൺസൈൻമെന്റ്, ഇതൊക്കെ അവിടെ പ്രതീക്ഷിക്കാം നമുക്ക്, അല്ലെ? ഇങ്ങനത്തെ ഒരുപാട് ഏരിയകൾ അവിടെ പ്രതീക്ഷിച്ച സമയത്ത് നമുക്ക് അതും ഇവിടെ പോലെ തന്നെ അക്കൗണ്ടൻസി പോലെ തന്നെ ഒരു 18-17 മാർക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ അവിടെ നമുക്ക് മാക്സിമം നന്നായിട്ട് കൂടി 18 മാർക്ക് വരെ സ്കോർ ചെയ്യും. എങ്കിലും നമ്മളൊരു ആവറേജ് സ്റ്റുഡന്റിന്റെ ഒരു കണക്ക് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു 16-17 എന്തായാലും ഷുവർ ആയിട്ട് മേടിക്കാൻ പറ്റും. 16-17 മാർക്ക് എല്ലാവർക്കും ഷുവർ ആയിട്ട് മേടിക്കുവാനായിട്ട് പറ്റും. കാരണം നേരത്തെ ഒരു പാറ്റേൺ വെച്ചിട്ട്, നേരത്തെ ആ ഒരു ഏറ്റവും ടഫായുള്ള എക്സാമുകൾക്ക് പോലും നമുക്ക് കട്ട് ഓഫ് വന്നിരിക്കുന്നത് 60 റേഞ്ചാണ്. അത്രത്തോളം ടഫായ എക്സാമുകളിൽ 60 മാർക്ക് വരെ കട്ട് ഓഫ് വന്നിട്ടുണ്ട്. അപ്പം സിമ്പിൾ ആയ ഒരു എക്സാം നന്നായിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അക്കൗണ്ടൻസി 20-ൽ ഒരു 18 മാർക്ക് സാറിന് മേടിക്കാൻ പറ്റും. പക്ഷെ അവിടെയും നമ്മൾ എന്താണ്, ഒരു 17 മാർക്കാണ് കണക്കാക്കുന്നത്. ഇനി ലോയിലേക്ക് വരുന്നു. ലോ എന്ന് പറയുമ്പോൾ അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പോഴും നമുക്കൊരു കാര്യം അറിയാം, ആ ഒരു സെർട്ടൻ ഒരു പാറ്റേൺ ഉണ്ട് എക്സാമിന്. ആ ഒരു പാറ്റേൺ നമ്മുടെ ഇപ്പൊ ഒരു അത്യാവശ്യം കോച്ചിങ് എടുത്ത് പോകുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എക്സാമിന് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യം വരിക, അല്ലെങ്കിൽ ഏതൊക്കെ സെക്ഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, അതിന്റെ ഇൻഡെപ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും പോകും. അപ്പം നമ്മൾ പറയുന്ന പോലെ ഫീസുകളുടെ കാര്യമാണെങ്കിൽ അവർ സെപ്പറേറ്റ് ഫീസുകളെ കുറിച്ച് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഡേയ്സിന്റെ കാര്യം, ഇപ്പോൾ ഓഡിറ്റിന്റെ കേസിലൊക്കെ ഡേയ്സ് ഉണ്ടാവുമല്ലോ, ആ കാര്യങ്ങൾ അവർ സെപ്പറേറ്റ്, നമുക്ക് തന്നെ അറിയാം ആൾക്കാർ നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കുന്നുണ്ട്. അപ്പം അതൊരു 15 മാർക്ക് എന്റെ ഒരു കണക്കൂട്ടിൽ വെച്ച് ഇൻ കേസ് അതിന്റെ അത് നമുക്ക് അറിയാലോ, ആ ഒരു 110 സെക്ഷൻസിൽ നിന്നും 201 റൂളുകളിൽ നിന്നും മാത്രമേ ചോദ്യം വരുള്ളൂ. ബാങ്കിങ് പോലെ എവിടെന്നെങ്കിലും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് വരാനുള്ള സാധ്യതകളില്ല. എന്നാൽ പോലും ഇവിടെ നമുക്ക് ഇൻഡെപ്ത് സെക്ഷന്റെ ഒക്കെ സബ്സെക്ഷനിൽ നിന്നുള്ള ചോദ്യങ്ങൾ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. എന്നാലും അത് 2-3 ചോദ്യങ്ങൾ അത് അങ്ങനെ വരാം. പിന്നെ നമുക്ക് സെക്ഷനുകൾ, ഏതൊക്കെ സെക്ഷനുകളാണ്, ഇന്ന സെക്ഷൻ എന്ത് പറയുന്നു എന്ന് ചോദിക്കാം. അതൊക്കെ അവർക്ക് ബൈ ഹാർട്ടായിട്ട് അറിയാം. അല്ലെങ്കിൽ അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയായിരിക്കും കോപ്പറേറ്റീവ് ലോ എന്ന് പറയുന്നത്. അവിടെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എൻ്റെ സ്റ്റുഡൻസിന്റെ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ അവര് 15-ൽ 15 അല്ലെങ്കിൽ 14 മാർക്ക് വരെ മേടിക്കുന്ന രീതിയിലാണ് അവരുടെ ആ ഒരു ഇത് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു 14 മാർക്കാണ് ലോയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. കോപ്പറേഷനിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് അവിടെ നമുക്ക് അഡ്വാൻസ്ഡ് വന്നുകൊണ്ടിരുന്ന ഫോറിൻ കോപ്പറേഷൻ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ തവണ നമുക്ക് അതിനകത്ത് ജർമ്മനി, ഇംഗ്ലണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഡെൻമാർക്കും ഉണ്ട്. ജർമ്മനി, ഇംഗ്ലണ്ട്, ഡെൻമാർക്ക്. അപ്പം അതിന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പോകണം. പിന്നെ ബാക്കി നമ്മുടെ സിലബസ് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. പുതിയ സിലബസിൽ കുറെ കമ്മിറ്റികൾ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കോപ്പറേഷന്റെ ഭാഗം കുറച്ചുകൂടി ഈ 2 പാർട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോഴും നമുക്ക് ഈ ഒരു ലോയുടെ മാർക്ക് എക്സ്പെക്ട് ചെയ്യാം. 14 അല്ലെങ്കിൽ 13 മാർക്ക്, 14 മാർക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു കാര്യം ചെയ്യാം, 13 മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഈ 2 നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് വരാം. കാരണം ബാങ്കിങ്ങിന് അല്ല, കോപ്പറേറ്റീവ് ലോയ്ക്ക് അവർക്ക് 13 അല്ലെങ്കിൽ കോപ്പറേഷൻ 14, ആ റേഞ്ചിൽ എന്തായാലും മാർക്ക് വരുവാനുള്ള സാധ്യത. അപ്പൊ സബ്ജക്ട് പാർട്ട് കൂട്ടുമ്പം വരാൻ പോകുന്നത് മാർക്ക് ഏറെക്കുറെ സബ്ജക്ട് പാർട്ടിലോട്ട് വരുമ്പം നമുക്ക് സബ്ജക്ട് പാർട്ടിൽ 61 മാർക്ക് വരെ അത്യാവശ്യം പഠിച്ച ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു 2 സംഖ്യകൾ, അതായത് നമ്മുടെ GK ഇംഗ്ലീഷ് മാത്സിൽ നിന്ന് 23 മാർക്ക്, അതുപോലെ സബ്ജക്ട് പാർട്ടിൽ നിന്നും 61 മാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആവറേജ് ലെവൽ എത്ര വരും സാറേ? 80 മുകളിൽ എന്തായാലും പോയില്ലേ, 84 മാർക്ക്. അപ്പൊ നമ്മള് ഇപ്പൊ നിലവിൽ മിക്കവരും തന്നെ 60 ആ റേഞ്ച് പിടിച്ച് തന്നെ പഠിച്ചു പോകുന്ന ആളുകളുടെ സംബന്ധിച്ച് ഒരു ഞെട്ടിക്കുന്ന ഒരു മാർക്കാണ് 84 എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഇത് ഞാൻ പറഞ്ഞു, ആ ഒരു സെക്രട്ടറിയുടെ എക്സാമിന്റെ ഇത് തന്നെ പ്യുവർലി ഞാൻ ആ ഒരു നിലവാരത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, വേരിയേഷൻസ് വരാം. ആ ഒരു എക്സാമിന് അത്രയും കട്ട് ഓഫ് 40 സംതിങ് ആണ് കട്ട് ഓഫ് വന്നത്. അതിന് കാരണം എഴുതുന്ന ആളുകളുടെ എണ്ണം കുറവായിരുന്നു എന്നത് തന്നെയാണ്. ഇവിടെ നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാമാണ് ക്ലർക്ക് ക്യാഷ് എന്ന് പറയുന്നത്. ഇപ്പം ഒരുപാട് പേര് എഴുതുന്നതാണ്.
അപ്പൊ എന്റെ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ട് ഒരു 84, അത് 84 നമുക്ക് എന്ത് ചെയ്യാം, ഒരു +7 ഓർ -7. ഈ ഒരു കാൽക്കുലേഷനിലാണ് ഞാൻ പോകുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 84ന്റെ കൂടെ ഒരു 7 മാർക്ക്, ഒന്നെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള എക്സാം ആണെങ്കിൽ 7 മാർക്ക് എന്ത് ചെയ്യാം, 90 മേളിൽ പോകാം. അതിനുള്ള ചാൻസ് വളരെ ലിമിറ്റഡ് ആണ്. ഞാൻ എപ്പോഴും പറയുന്നു ലിമിറ്റഡ് ആണ്. ഈ ഒരു 90 മുകളിലേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ്. എന്നാൽ ആ ഒരു സാധ്യതയെ തള്ളിക്കളയുന്നില്ല. അതുപോലെ തന്നെ ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സാം ആണ് എങ്കിൽ ഒരു 7 മാർക്ക് ഇവിടെ കുറയാനും സാധ്യതയുണ്ട്. അതായത് നമുക്കൊരു 77 റേഞ്ച്, ഈ ഒരു റേഞ്ചിൽ നമുക്ക് കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യാം. ഏറ്റവും പ്രോബബിൾ ചാൻസ് 77നും 84നും ഇടയിലുള്ള മാർക്കായിരിക്കും കട്ട് ഓഫ് ആയിട്ട് വരുവാനായിട്ട് സാധ്യത. അപ്പം ഇനിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം. കാരണം ഈ ഒരു 60 റേഞ്ചിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ആളുകളുണ്ട്. അവര് പിന്നെ കുറെ പേരൊക്കെ തന്നെ കട്ട് ഓഫ് ഇപ്പം 60 മാർക്ക് കട്ട് ഓഫ് വരുമ്പോൾ അവർക്ക് 59.5 കിട്ടുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് സംബന്ധിച്ചുകൊണ്ട് ചെറിയ ഒരു പുഷാണ്. ഏറ്റവും കോർ ഏരിയ നന്നായി മനസ്സിലാക്കി ചെറിയ ചെറിയ മിസ്റ്റേക്ക് കൊണ്ടാണ് അവർക്ക് പോയിട്ടുള്ളത്. അപ്പൊ ആ മിസ്റ്റേക്ക് എന്നാന്ന് തിരിച്ചറിഞ്ഞാൽ ആ ഒരു PYQ നന്നായിട്ട് അനലൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഈ ഒരു മാർക്ക് സുഖമായിട്ട് കടക്കാനായിട്ട് പറ്റും. എല്ലാ തവണയും 1/2 മാർക്കിനും 1 മാർക്കിനും കട്ട് ഓഫ് കടക്കാൻ പറ്റാത്ത ആളുകൾക്ക് പോലും നന്നായിട്ടൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, 84 മാർക്ക് മേടിക്കുവാനായിട്ട് പറ്റും. അപ്പം ഇതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് ഭാഗത്ത് നിന്ന് എന്താ ചെയ്യാൻ പറ്റും, നമുക്കത് നല്ല രീതിയിൽ PYQ കൊടുത്ത് റിവിഷൻ ചെയ്യാനുള്ള മാത്രം കാര്യമാണ് പ്രധാനമായും ചെയ്യാൻ പറ്റുക അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് CCയുടെ പുതിയ ഒരു ബൂസ്റ്റർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 10 ദിവസമാണ്. 10 ദിവസം കൊണ്ട് 20 hours, അതായത് 20 മണിക്കൂർ ക്ലാസ്സുകൾ. ഓരോ ദിവസം 2 മണിക്കൂർ വീതം MCQ ഡിസ്കഷൻ ആണ് പ്രധാനമായിട്ടും നടക്കുന്നത്. MCQ ഡിസ്കഷൻ, അതേപോലെ തന്നെ അതിന്റെ PDF മെറ്റീരിയൽ കിട്ടും. അതുപോലെ ഈ ഒരു ക്ലാസ് റെക്കോർഡായിട്ടും കിട്ടും. അതുപോലെ ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് ഈ ഒരു ബാച്ച്, ബൂസ്റ്റർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ബൂസ്റ്റർ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടി അവിടെ ബോർഡ് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബോർഡ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബൂസ്റ്റർ ബാച്ചിനെ പറ്റിയും ഇതിൽ ജോയിൻ ചെയ്യാനും പറ്റും അല്ലെ സാറേ? തീർച്ചയായിട്ടും. അപ്പൊ ഇനിയുള്ള 10 ദിവസങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ദിവസം 2 മണിക്കൂർ മാറ്റി വെക്കുകയാണെങ്കിൽ കട്ട് ഓഫ് നമ്മൾ ഈ പറഞ്ഞ 84 അല്ലെങ്കിൽ 90 കട്ട് ഓഫ് വന്നാൽ പോലും അതിനെ മറികടക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് റിവൈസ് ചെയ്ത് MCQ ഡിസ്കസ് ചെയ്ത് എന്തുകൊണ്ട് ഒരു ക്വസ്റ്റിന്റെ ആൻസർ അത് വന്നു, അല്ലെങ്കിൽ ബാക്കി ഓപ്ഷൻസ് എവിടെ നിന്ന് വന്നു, ആ ഒരു ഓപ്ഷൻസ് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം. നമുക്ക് പ്രധാനമായും ഈ ഒരു എക്സാമിന്, കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓപ്ഷൻസ് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരാൻ ചാൻസ് ഇല്ലാത്ത ആ ഓപ്ഷൻസ് എന്ത് ചെയ്യാം, വെട്ടിക്കളഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ശരി ഉത്തരത്തിലൂടെ എത്തുവാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ആ ഒരു ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡാണ്. ആ ഒരു മെത്തേഡ് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതാണ് നമ്മുടെ ഒരു ബൂസ്റ്റർ ബാച്ചിന്റെ പ്രത്യേകത. അതായത് എങ്ങനെ നിങ്ങൾക്ക് ശരി ഉത്തരത്തിലേക്ക് എത്താം. നമുക്ക് അറിയില്ലാത്ത, ഞാൻ പറഞ്ഞു, ഇപ്പൊ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ പോലും അതിന് നമുക്ക് ശരി ഉത്തരത്തിലൂടെ എത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് വെട്ടിക്കളഞ്ഞുകൊണ്ട് നമുക്ക് എത്തുവാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ആ ഒരു മെത്തേഡ് പ്രകാരം എങ്ങനെ ആൻസർ ചെയ്യാം, എങ്ങനെ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത് ഈ പറഞ്ഞ കട്ട് ഓഫ്, അല്ലെങ്കിൽ ഇതിൽ എത്ര വലിയ കട്ട് ഓഫ് വന്നാലും അത് മറികടന്ന് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാമെന്ന് നമ്മൾ ഈ ഒരു ബൂസ്റ്റർ ബാച്ചിൽ പറയുന്നതായിരിക്കും. അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള എന്ത് ചെയ്യുക, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, താഴെ ഗൂഗിൾ ഫോം ഉണ്ട്, ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ മതി. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള വിജയാശംസകൾ നേരുന്നു. ടെൻഷൻ ഇല്ലാതെ കൂളായിട്ട് പോയിട്ട് എക്സാം എഴുതാം അല്ലെ സാറേ? അപ്പം അതെ, എനിക്കും പറയാനുള്ളത് എന്താണ്, ടെൻഷൻ ഒന്നും അടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഒരു വലിയ കട്ട് ഓഫ് കണ്ടുകൊണ്ട് ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്യുക. ഒരു ബേസ് ലെവൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പോകുക. കഴിഞ്ഞ എക്സാമുകൾക്കൊക്കെ എല്ലാവരും കുറച്ച് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും, പക്ഷേ ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ബേസ് ലെവൽ കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് അഡ്വാൻസ്ഡ് കാര്യങ്ങൾ നന്നായി ഒന്ന് മനസ്സിലാക്കി വേണം പോകാനായിട്ട്. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. അതുപോലെയുള്ള ഇനി ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അല്ലേ സാറേ? താങ്ക് യു.